ഹലോ ഒന്ന് നിൽക്കണേ. പാലക്കുന്ന് അലവിക്കുട്ടിയാക്കാൻ്റെ വീട്ടിലേക്കുള്ള വഴി ഏതാ? ഇവിടുന്ന് ഇടത്തോട്ട് ഒരു 10 അടി നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പലചരക്കടാണ്. ഓരോട് അന്വേഷിച്ചാൽ മതി, ഓല് പറഞ്ഞുതരും. നിങ്ങൾ എവിടുന്നാ? ഞങ്ങൾ കുറച്ച് ദൂരെന്നാ. മൂപ്പരെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. മൂപ്പര് ഇപ്പോൾ വീട്ടിലുണ്ടാകുമെന്ന് സംശയാ. മൂപ്പർക്ക് ടൗണിലൊരു ഹാർഡ്വെയർസ് ഉണ്ട്, അവിടെ ഉണ്ടാവും. നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ അവിടെ പോകാൻ നല്ലത്. അതല്ല വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വൈക്ക് വണ്ടി വിട്ടോളി. എന്താനിഫ ഒരു സ്വകാര്യം പറച്ചല്? ഇതെന്ത് പുതുമ? ഇന്ന് നിങ്ങൾ കടയിലേക്കൊന്നും പോയില്ലേ? ഇന്ന് മൊയിലാർക്ക് ചെലവുള്ള ദിവസമായതുകൊണ്ട് കടയിൽ മൂത്ത മോനെ നിർത്തി. എനിക്കും വേണ്ടയുടെ ഇടയ്ക്കൊരു ലീവും വിശ്രമവും ഒക്കെ. ഇന്നാലേ ഇതാണ് നിങ്ങൾ പറഞ്ഞ ആള്. ഇവരിങ്ങളെ വീട് അന്വേഷിക്കായിരുന്നു. ഇനി നിങ്ങൾ തമ്മിൽ പറഞ്ഞോളി, ഞാനാണ് പോട്ടെ. എനിക്ക് നിങ്ങൾ ആരും മനസ്സിലായിട്ടില്ല. ഞങ്ങളൊരു കല്യാണാലോചനയായിട്ട് വന്നാണ്. ആഹാ, ഇവിടുന്ന് അങ്ങട്ടോ അവിടുന്ന് ഇങ്ങട്ടോ? ഇവിടുന്ന് അങ്ങോട്ടാ. നിങ്ങളുടെ തൊട്ടടുത്ത വീടാ, മൂസാക്കാൻ്റെ മൂത്ത മോള്. അപ്പോ എന്തെല്ലാം നിങ്ങൾക്ക് അറിയണ്ടേ? അല്ല, പൊതുവിൽ അവരെ പറ്റിയുള്ളൊരു വിവരം. പൊതുവിലിപ്പോ കുഴപ്പമൊന്നുമില്ല. ആ കുട്ടി പഠിക്കാൻ പോകുന്നുണ്ട്. എന്തിനാണിപ്പോ പഠിക്കണെന്ന് ചോദിച്ചാല് MSc സെക്കൻഡ് ഇയറാ. ആ അപ്പൊ എന്നെക്കാട് വിവരം ഇങ്ങടുത്തുണ്ടല്ലോ. അല്ല, ആരാ പുതിയാപ്പള? ദാ ഇയാളാ. എന്താ ജോലി? അഗ്രികൾച്ചർ ഓഫീസറാ. ആഹാ, ഇത്ര വലിയ ജോലിയുള്ള ആളാണ് ഈ കല്യാണാലോചനയായിട്ട് വന്നിക്കണത്. എന്താ കാര്യം? അതെ, നിങ്ങളെ ഗുണത്തിനും വേണ്ടി പറയാന്ന് കൂട്ടിയാൽ മതി. ഈ ആലോചന നിങ്ങൾക്ക് വേണ്ട. വേറെ എത്ര നല്ല കുട്ടികൾ നിങ്ങൾക്ക് കിട്ടും. കാരണം എന്താന്ന് പറഞ്ഞാൽ തിരക്കടില്ലായിരുന്നു. കാരണം പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അയൽവാസി എന്നുള്ള നിലയ്ക്ക് എല്ലാം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, മൂസക്കോയക്ക് ആകെ 15 സെന്റ് സ്ഥലമാണുള്ളത്. ഒക്കെ കൂടി നുള്ളിപ്പരിക്ക് കൂട്ടിയാൽ തന്നെ 10 പവൻ പണ്ടത്തിലധികം ഓൻ്റെ അടുത്തൊന്നും കിട്ടൂല. പണ്ടവും പണവും ഞങ്ങൾക്ക് ഡിമാൻഡില്ല. ഇല്ലേ? അത് നന്നായി. പിന്നത്തെ പ്രശ്നം, 2-3 വയസ്സിന്റെ വ്യത്യാസത്തിൽ 4 പെൺകുട്ടികളാ ഓനക്കുള്ളത്. മൂത്ത കുട്ടിനെ നിങ്ങൾ കെട്ടിയാൽ തന്നെ ബാക്കിയുള്ളതിനെ കെട്ടിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കാ? മൂത്ത മരുമാന്റെ തലയിൽ വരും. മൂസക്കോന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇന്നെ കൊണ്ടൊന്നും കഴിയൂലെന്നും പറഞ്ഞു മനന്ന് കിടക്കും. വെറുതെ എന്തിനാ ഒരു ഏടാകൂടം വെച്ച് തലേ കയറ്റണത്? ഇയാളെ ജോലി വെച്ച് നോക്കുമ്പോൾ എത്ര വലിയ വലിയ പൊരേന്ന് പെണ്ണ് കിട്ടും. അതുകൊണ്ട് ഈ ആലോചനമേൽ നിങ്ങൾ വല്ലാതെ അങ്ങോട്ട് കെട്ടി മറിയണ്ട. വരി മൊയിലാരെ. എന്നാലും ഒരു കല്യാണം മുടക്കാൻ മാത്രമുള്ള കാരണങ്ങൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞില്ലാന്ന് എൻ്റെ അഭിപ്രായം. ആര് പറഞ്ഞു? അല്ല, സ്വത്തില്ല എന്നുള്ളതല്ലാത്ത കാരണങ്ങൾ എന്തെങ്കിലും ആ കുട്ടിക്കുണ്ടോ? അത് തന്നെ പോരെ മൊയിലാരെ. നല്ലൊരു ചെറുപ്പക്കാരനെ പറ്റിക്കാൻ ഞാൻ കൂട്ടു നിൽക്കണം എന്നാണോ നിങ്ങൾ പറയണത്? ഈ മഹലിലൊരു പാവം പെൺകുട്ടിക്ക് ഒരു ജീവിതം കിട്ടണേ ഇല്ലാതാക്കാൻ ഞാൻ കൂട്ടിക്കണം എന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അതുകൊണ്ട് ഞാൻ അവരെ കണ്ട് കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കി കൊടുത്തിട്ട് വരാം. എനിക്കിഷ്ടമില്ലാത്തൊരു കല്യാണം നടത്തി കൊടുക്കാൻ നിങ്ങൾ മെനക്കെടരുത് മൊയിലാരെ. നടത്തണോ നടത്താതിരിക്കണതൊക്കെ അവരിഷ്ടം. സത്യം മൂടി വെക്കണത് ഞാൻ ചെയ്യണ തെറ്റ്. നിങ്ങളെ വീട്ടിലൊരു പിടി ചോറ് കരുതി ആ തെറ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ എനിക്കുള്ള ചോറിന് അരി ഇടണ്ടാന്ന് വീട്ടുകാരോട് പറഞ്ഞേക്ക്. നിക്കി. അല്ല, നിങ്ങളിപ്പോ എന്ത് തീരുമാനം എടുത്തിട്ടാ മടങ്ങുന്നത്? തൊട്ട അയൽവാസി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഞങ്ങൾ അധികം ആലോചിക്കാൻ നിന്നില്ല. തീരുമാനം എടുത്തു. ഇനി ഞങ്ങൾ മടങ്ങാം. നിങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാ ഞാനിപ്പോ ഇങ്ങോട്ട് ഓടി വന്നത്. ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല. ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. അല്ല, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? സന്തോഷം കൊണ്ട്. നിങ്ങൾ ഇപ്പോഴത്തെ ഈ തീരുമാനം ഉണ്ടല്ലോ, ആ തീരുമാനത്തിൽ നിങ്ങൾ എത്തിക്കാനുള്ള തീരുമാനമായിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അൽഹംദുലില്ലാ, ഒരു ആൺകുട്ടീനെ പരിചയപ്പെടാനായല്ലോ. നിങ്ങൾക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യാം. ഈ കല്യാണത്തിന് എന്നെ വിളിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ആയുസുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഞാൻ അവിടെ എത്തും. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ. എന്നാ അങ്ങനെ ചെയ്യാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.